നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് തൃക്കാർത്തിക മഹോത്സവത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് BRC സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം ആഘോഷിച്ചു. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ചെറുവത്തൂരിൽ വീട്ടമ്മ കാൽ വഴുതി കിണറ്റിൽ വീണു. 60കാരിക്ക് തുണയായത് ബന്ധുവിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടൽ. വാർത്തകൾ വിശദമായി. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് തൃക്കാർത്തിക മഹോത്സവത്തിൽ പങ്കെടുത്തത്. ചതുശത നിവേദ്യത്തിനു ശേഷം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. മേള കലാശ്രീലൻ ചെറുശ്ശേരി ഭണ്ഡാരത്തിൽ കുട്ടന്മാരാർ നയിച്ച പഞ്ചാരിമേളം എഴുന്നള്ളിപ്പിന് കൊഴുപ്പേകി. എഴുന്നള്ളിപ്പിന് ശേഷം രാവിലെ 10:30 പ്രസാദഊട്ട് വിതരണം ചെയ്തു. വൈകിട്ട് 3:30 ധ്രുവം മേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ച ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് വിശേഷാൽ നിറമാല സമർപ്പണവും ഉണ്ടായി. വൈകിട്ട് 6:30 ഒറ്റപ്പാലം ഹരി, ചെറുശ്ശേരി ആനന്ദ് മാരാർ, ചെറുശ്ശേരി അർജുൻ മാരാർ എന്നിവർ നയിച്ച ട്രിപ്പിൾ തായമ്പക അരങ്ങേറി. തുടർന്ന് മേളത്തോടെ വിളക്കാചാരം, തേങ്ങാമുറി വിളക്ക് സമർപ്പണവും എന്നിവയോടെ തൃക്കാർത്തിക മഹോത്സവം സമാപിച്ചു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, സെക്രട്ടറി AK സതീശൻ, ട്രഷറർ സുലജ സദൻ, ദേവസ്വം ഓഫീസർ M സുധീർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചേർപ്പ് BRC സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം ആഘോഷിച്ചു. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടൻ നന്ദകിഷോർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വെച്ച് പറയുന്ന ഒരു പദമുണ്ട്. അത് കരുണ എന്നാണ്. കല എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ കരുണ എന്ന് ചേർത്ത് വെച്ച് പറഞ്ഞെങ്കിൽ കലയ്ക്ക് അർത്ഥം ഉണ്ടാവില്ല. അറിവ് എന്ന പദത്തിന്റെ കൂടെ വേറൊരു പദം വെച്ച് ചേർത്ത് പറയുന്നത് അത് അരിവ് എന്നാണ്. അരിവില്ലാത്തവരുടെ അറിവ് കൊണ്ട് വലിയ പ്രയോജനമില്ല. അത് മനുഷ്യന് ഉദ്രവഗതിയില്ല. ഇപ്പൊ ലോകത്ത് കാണുന്നത് അങ്ങനെയാണ്. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നല്ല ജ്ഞാനമാണ്. എനിക്കതിന്റെ പൂർണ്ണ ജ്ഞാനമില്ല. ഞങ്ങളെ നമുക്ക് ഈ ഇലക്ട്രോണിക് സാക്ഷരത കുറവാണ്. പക്ഷെ അതിലൂടെ നമ്മൾ കാണിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ അതിന്റെ പ്രായഭേദമില്ല. ആര് കാണാൻ നമുക്ക് പേപ്പർ പത്രങ്ങളും മാധ്യമങ്ങളും കൊണ്ട് മനസ്സിലാവും. അതിൽ കൂടെ കാണിക്കുന്ന സംസ്കാരശൂന്യമായ, അന്തസ്സാരശൂന്യമായ, മനുഷ്യോപദ്രവകരങ്ങളായ പ്രവർത്തനങ്ങൾ അറിവിനൊപ്പം അരിവില്ലെങ്കിൽ, കരുണയോടൊപ്പം കലയോടൊപ്പം കരുണയില്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾക്ക് ഉദാഹരണം. സംസ്ഥാന ജില്ലാ തലത്തിലെ കലാകായിക മേള വിജയികൾ, ഭിന്നശേഷി വാരാചരണത്തോടനുബന്ധിച്ചുണ്ടായ സ്കൂൾ തല മത്സര വിജയികൾ, ദേശീയതല കലാ ഉത്സവിൽ 3D ശില്പനിർമ്മാണത്തിന് സെലക്ഷൻ ലഭിച്ച ആദിദേവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CNN ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കുട്ടികൾ വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചു. ശ്രീജിത്ത് വാര്യറാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരും വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. HM ഫോറം കൺവീനർ രാജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. പരിശീലക സോണിയ വിശ്വം പദ്ധതി വിശദീകരണം നടത്തി. BPC KR ബിനി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ TG തോമസ് എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ചെറുവത്തൂരിൽ വീട്ടമ്മ കാൽ വഴുതി കിണറ്റിൽ വീണു. 60കാരിക്ക് തുണയായത് ബന്ധുവിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടൽ.
ചെറുവത്തേരി സ്വദേശിനി വെളുത്തെഴുത്ത് വീട്ടിൽ സരസ്വതിയാണ് അബദ്ധത്തിൽ കാൽവഴുതി വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഇവർ കിണറ്റിൽ വീഴുന്നത് ബന്ധുവായ സന്ദീപ് കണ്ടിരുന്നു. ഓടിയെത്തിയ സന്ദീപ് ഉടൻ തന്നെ കിണറ്റിൽ ഇറങ്ങുകയായിരുന്നു. തുടർന്ന് വെള്ളത്തിൽ വീട്ടമ്മ മുങ്ങാതിരിക്കാൻ ഇയാൾ പിടിച്ചു നിർത്തി. ഇതിനിടെ സംഭവം അറിഞ്ഞ തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. തുടർന്ന് അഗ്നിരക്ഷാസേന റെസ്ക്യൂ വല ഉപയോഗിച്ച് വീട്ടമ്മയെയും ബന്ധുവായ സന്ദീപിനെയും കിണറ്റിൽ നിന്ന് കരയിലെത്തിച്ചു. തുടർന്ന് പ്രാഥമിക ശുശ്രൂഷകൾക്കു ശേഷം വീട്ടമ്മയെ അഗ്നിരക്ഷാസേനയുടെ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബി ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം കൃഷ്ണപ്രസാദ്, വി ഗുരുവായൂരപ്പൻ, എം സഭാപതി, രഞ്ജിത്ത് പാപ്പച്ചൻ, സി എസ് കൃഷ്ണപ്രസാദ്, കെ പ്രകാശൻ, വി വി ജിമോദ്, ബി രഞ്ജിത്ത് എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മണ്ഡലമാസ സമാപനത്തോടനുബന്ധിച്ച് തീവ്രാനദി ആരതി എന്ന പേരിൽ തൃപ്രയാറിൽ നദീപൂജ നടത്തും. ഈ മാസം 25-ന് വ്യാഴാഴ്ചയാണ് നദീപൂജ നടത്തുക. തൃപ്രയാർ തേവരുടെ 10ാമതയും വേലദിനത്തിലാണ് തീവ്രാനദി ആരതി എന്ന പേരിൽ നദീപൂജ നടത്തുക. പുന്നപ്പള്ളി മനയിൽ ചേർന്ന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത്. നദീപൂജയ്ക്കുള്ള ആദ്യ സംഭാവന സംഘാടക സമിതി ചെയർമാനും ക്ഷേത്രം ഊരാളനുമായ ഡോക്ടർ പുന്നപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ട്രഷറർ ഷീല കൂട്ടുമാക്കലിന് കൈമാറി. ഇതോടനുബന്ധിച്ച് സംഘാടക സമിതി രൂപീകരിച്ചു. തൃപ്രയാർ ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം മാനേജർ മനോജ് കെ നായർ, ക്ഷേത്ര ക്ഷേമസമിതി സെക്രട്ടറി സുനിൽ വെന്നിക്കൽ എന്നിവരാണ് രക്ഷാധികാരികൾ. ചെയർമാൻ ഡോക്ടർ പി ആർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ജനറൽ കൺവീനർ ദിവാസ് ആലയ്ക്കൽ, കൺവീനർമാരായ ഇ പി ഗിരീഷ്, കെ ദിനേശ് രാജ, ട്രഷറർ ഷീല കൂട്ടുമാക്കൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ളതാണ് സംഘാടക സമിതി. ചേർപ്പ് പെരുമ്പള്ളിശ്ശേരി അന്ന സിൽക്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഹംഗാമയ്ക്ക് തുടക്കം കുറിച്ചു. 99 രൂപയുടെ മെഗാമേളയ്ക്കും നൈറ്റി മേളയ്ക്കും ഇതോടെ തുടക്കമായി. പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ ഹംഗാമ ഉദ്ഘാടനം ചെയ്തു. ഹംഗാമ വിപണന മേള ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെ ഒരവസരമാണ്. ഒരുപാട് ആൾക്കാർ ആഘോഷിക്കുന്ന ഒരവസരമാണ്. ലോകം മുഴുവനുള്ള ഒരാഘോഷത്തിൻ്റെ അവസരമാണ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിലാണ്. നമുക്കറിയാം, ഡിസംബർ മാസം 25-ാം തീയതി. അപ്പോൾ ആ തണുപ്പിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലാണ്. നമുക്ക് തണുപ്പ് അത്ര ഫീൽ ചെയ്യില്ലെങ്കിലും നമുക്ക് ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും, പ്രത്യേകിച്ച് കാശ്മീർ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ, റഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ തണുപ്പാണ്. തണുപ്പ് മാത്രമല്ല ഒരു പ്രത്യേകത. ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകത, ഈ മാസത്തിൻ്റെ വിൻ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരത്തെ ഇരുട്ടാവും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കാശ്മീരൊക്കെ പോവുകയാണെങ്കിൽ ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും ഇരുട്ടാവും. അപ്പോൾ ഇരുട്ട്, പിന്നെ അതുപോലെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് രാവിലെ ഒരു 8:30 മണി നേരത്തൊക്കെയാണ് സൂര്യൻ ഉദിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടിനെ മറികടക്കാനായിട്ട് ഒരുപാട് ദീപങ്ങൾ തെളിയിക്കും. അപ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം മുഴുവൻ പ്രകാശപൂരിതമാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്ദേശം. അപ്പോൾ യൂറോപ്പിൽ ഈ ഇരുട്ടിനെ മറികടക്കുക, തണുപ്പാണ്, എല്ലാവരും വീടടച്ച് ഇങ്ങനെ ഇരിക്കും, ഏകാന്തത ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജീവിതത്തെ പ്രകാശപൂരിതമാക്കാനായിട്ട് സാധിക്കുന്ന അവരുടെ മാർഗങ്ങളാണ് ഇരുട്ടിനെ മറികടക്കുക, ഏകാന്തതയെ മറികടക്കുക. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് വലിയ ആഘോഷത്തിൻ്റെ അവസരമായി മാറുന്നു. വീടുകളിലൊക്കെ ദീപം തെളിയിക്കുന്നു, നല്ല വസ്ത്രങ്ങൾ അണിയുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച നിരവധി ഓഫറുകളാണ് അന്ന സിൽക്സിൽ ഇടപാടുകാർക്കായി ഒരുക്കിയിട്ടുള്ളത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും 100 രൂപയുടെ സൗജന്യ പർച്ചേസ് ലഭിക്കും. 10,000 രൂപയുടെ പർച്ചേസിന് 1500 രൂപയുടെ സൗജന്യ പർച്ചേസ്. ഓരോ 25,000 രൂപയുടെ പർച്ചേസിനും നറുക്കെടുപ്പില്ലാതെ തന്നെ ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ അന്ന സിൽക്സ് ഇക്കണോമിക് ഫ്ലോറിൽ 99 രൂപയുടെ മെഗാമേളയാണ് ആരംഭിച്ചിരിക്കുന്നത്. 99 രൂപ വിലയിൽ 9 സാധനങ്ങളാണ് ഇടപാടുകാർക്കായി ഒരുക്കിയിട്ടുള്ളത്. സാരി 99 രൂപ, കാവ്യമുണ്ട് 99 രൂപ, കളർമുണ്ട് 99 രൂപ, പുതപ്പ്, അണ്ടർസ്കേർട്ട്, ലേഡീസ് ടോപ്പ്, റെഡിമെയ്ഡ് ബ്ലൗസ്, ഷോൾ, 4 തോർത്ത് എന്നിവയ്ക്കെല്ലാം 99 രൂപ ആണ് ഒരുക്കിയിട്ടുള്ളത്. ഇക്കണോമിക് ഫ്ലോറിൽ നൈറ്റി മേളയും ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. 139 രൂപ മുതൽ കോട്ടൺ നൈറ്റികൾ ഇവിടെ ലഭിക്കും. വീടുകൾ മനോഹരമാക്കുന്നതിനുള്ള കർട്ടനുകൾ, ചവിട്ടികൾ, തിരുപ്പൂർ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം എന്നിവയും അന്ന സിൽക്സ് ഇക്കണോമിക് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. ജിഷ ജെയ്സൺ, ഷീബ ബൈജു, മാനേജർ PJ അൽജോ എന്നിവർ ഹംഗാമ ചടങ്ങിൽ പങ്കെടുത്തു. ഇനി സ്ഥാനാർത്ഥിക്കൊപ്പം.
സ്ഥാനാർത്ഥിക്കൊപ്പം ഇങ്ങനെ ഞങ്ങളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം ദിവസങ്ങൾ മാത്രമേ മുൻപിലുള്ളൂ. അവസാനവട്ട ഓട്ട പ്രദർശനത്തിലാണ് വോട്ടർമാരെ എല്ലാം കണ്ട് ഉറപ്പിക്കേണ്ട വലിയൊരു തിരക്കിൽ തന്നെയാണ് മിക്ക സ്ഥാനാർത്ഥികളും. ഇന്ന് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം ആരംഭിക്കുകയാണ്. പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത്. സ്ഥാനാർത്ഥി കൂടെയുണ്ട്. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് റഫീഖ്. ഞാൻ കൃഷി പണിയാണ് എനിക്ക്. പിന്നെ പുതുമുഖത്തെയാണ് LDF ഇക്കുറി ഇറക്കിയിരിക്കുന്നത്. അതെ, പുതുമുഖം തന്നെ. പക്ഷേ ഈ നാട്ടുകാർക്ക് ഞാൻ പുതുമുഖമല്ല, സുപരിചിതമായ ഒരാളാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാർഡിൻ്റെ 75% സ്ഥലം ഞാൻ സഞ്ചരിക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ എനിക്ക് പെരുങ്കുളം പടവിൽ കൃഷിയുണ്ട്. അതുപോലെ ജൂബിലി പടവിൽ ഞാൻ കമ്മിറ്റി മെമ്പറാണ്. ADC കമ്മിറ്റിയിലുണ്ട്. അതുപോലെ മഴമ ഞങ്ങളുടെ കൃഷി കൂട്ടായ്മ ഉണ്ട് ബ്ലോക്കിൽ. അത് 4 പഞ്ചായത്ത് 5 പഞ്ചായത്ത് കൂടിയിട്ടുള്ളതാണ്. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അങ്ങനെ കൃഷി സംബന്ധമായ കാര്യങ്ങളിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും നമ്മൾ സജീവമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോദാവിലേക്ക് വന്നപ്പോഴത്തേക്കും വലിയൊരു അങ്കത്തട്ടിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് 15-ാം വാർഡിലെ ശക്തമായൊരു മത്സരം തന്നെയാണ് 3 പേരും വെക്കുന്നത്. അക്കുറി അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിലും 1, 2, 3 ഘട്ടത്തിലൂടെയൊക്കെ കയറി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോട്ടർമാർ നൽകുന്ന ആ ഒരു വലിയൊരു ആത്മവിശ്വാസം നമുക്ക് എത്രത്തോളം വരുന്നുണ്ട്? നമുക്ക് നല്ല ആത്മവിശ്വാസമാണ്. നമ്മുടെ നാട്ടുകാർ നമ്മളെ കൈവിടില്ല എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. ഒരു കർഷകൻ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കാർഷിക സംസ്കൃതി എല്ലാം തിരിച്ചറിയുന്ന ഒരാളാണ്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ കാർഷിക മേഖലയ്ക്ക് ഈ പ്രദേശത്ത് നേരിടുന്നതാണ് ഈ മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കം, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ. പല സ്ഥലങ്ങളിലും ഈ പടവുകളിലെല്ലാം വെള്ളം കയറി വലിയ തോതിൽ കൃഷി നശിക്കുന്നതായിട്ട് പല കാലങ്ങളിൽ വരുന്നുണ്ട്. എന്താണ് കാർഷിക മേഖലയ്ക്ക് ജയിച്ചു കഴിഞ്ഞാൽ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ്? നമുക്ക് കാർഷിക മേഖലയ്ക്ക് നമുക്ക് ഒരു പൂവ് പണിയാൻ പറ്റുന്നത് 2 പൂവ് പണിയാൻ എങ്ങനെ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ജൂബിലി പടവിലായാലും ഞങ്ങൾ ഇപ്പോൾ പെരുങ്കുളം പടവിലായാലും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. അതിന് നമ്മൾ ശാശ്വത പരിഹാരം നമ്മൾ കാണും. ഞാനടക്കം വെള്ളത്തിൽ കൂടെ നീന്തിയിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഓരോ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് മുറവിളി വിളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുവാണ്. അപ്പോൾ അതിന് നമ്മൾ ശാശ്വത പരിഹാരം നമ്മൾ കണ്ടിരിക്കും. അതെന്നുവെച്ചാൽ നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അവിടെ അത് പ്രദേശത്തെ കുറിച്ച് കൃത്യമായി അറിയാം. അതിന് നമ്മൾ ഒരു പരിഹാരം നമ്മൾ കണ്ടിരിക്കും. അതുപോലെ നമ്മൾ ഇപ്പോൾ MLA നമുക്കൊരു ഫണ്ട് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാമ്പ് സ്കൂളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ അപ്പോൾ അത് സ്ഥലം നമ്മൾ ഇപ്രാവശ്യം എന്തായാലും പഞ്ചായത്ത് LDF ഭരിക്കും. കോൺഗ്രസ് ഭരിച്ചിട്ട് ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല ഇന്നുവരെ. അത് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ LDF ഭരിച്ചിട്ട് നമ്മളത് നടപ്പിലാക്കും. എന്തായാലും അണികളെ സംബന്ധിച്ച് ചോദിക്കാം, വലിയൊരു ആവേശത്തിലല്ലേ? അതെ, തീർച്ചയായും. ഈ കുറി ഒരു കനത്ത പോരാട്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെന്തായാലും LDF ഭരണസമിതി ഭരണത്തിലേക്ക് എത്തുക എന്നതാണ് ഏറ്റവും വലിയൊരു ആവശ്യം അറിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് പുതുമുഖമാണ്. പുതുമുഖം വോട്ടറിന്, അതായത് ഈ സ്ഥാനാർത്ഥി എന്നൊരു പേര് മാത്രമേ പുതുമുഖത്തിനുള്ളൂ. നാട്ടിലെ സുപരിചിതനായ വ്യക്തിത്വമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് എത്രത്തോളം അതൊരു പ്രചോദനമാകുന്നുണ്ട് ഈ ഇലക്ഷനിൽ വോട്ട് അഭ്യർത്ഥിക്കാനൊക്കെ കൂടെ പോകുമ്പോൾ ആളുകളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയാണ്? റഫീഖ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പുതുമുഖാണെങ്കിലും ഒരു 20 വർഷക്കാലം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടിരുന്ന ആളാണ്. അപ്പോൾ സംഘടനാപരമായിട്ടും അദ്ദേഹത്തിൻ്റെ തൊഴിൽ വൃത്തിപരമായിട്ടും എല്ലാ ആളുകളും സുപരിചിതരവിടെ. പിന്നെ ഈ പ്രദേശത്തെ വെള്ളക്കെട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ വെള്ളക്കെട്ടും എല്ലാം വരുമ്പോൾ ആദ്യം വീടുകളിൽ ഓടിയെത്തുന്ന പ്രിയങ്കരനായ നാട്ടുകാരനാണ്. അപ്പം അദ്ദേഹത്തെ ഇവിടെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞങ്ങൾ സ്ക്വാഡ് ഇറങ്ങിയപ്പോൾ തന്നെ ജനങ്ങളുടെ ഒരു പൾസ് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഈ ചുറ്റുവട്ടത്ത് കിടക്കുന്ന പഞ്ചായത്തുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പഞ്ചായത്താണ്. വളരെയധികം കമേഴ്ഷ്യലായിട്ടുള്ള ബിൽഡിങ്ങുകളും 22 വാർഡുടെ വലിയ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട ഒരു കാര്യങ്ങളും ഈ പഞ്ചായത്ത് ചെയ്തിട്ടില്ല. LDFൻ്റെ ഒരു ആരോപണം അല്ലത്. ഈ കഴിഞ്ഞ ദിവസമാണ് BJPയിലോട്ട് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് പോയത്. അപ്പോൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ 5 വർഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കോൺഗ്രസിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പ് മത്സരവും വടംവലിയും എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ സാധിപ്പിച്ചില്ല. അത് വ്യക്തമാണ്. ഏതാനും മാസങ്ങൾക്ക് മുന്നേ പാചക ഭോജനശാലയിൽ അതിൻ്റെ റിനോവേഷൻ പരിപാടി നടന്നു. അത് പെയിൻ്റ് അടിക്കൽ
വൃത്തിയാക്കൽ, ടൈൽസ് വാകൽ, ലൈറ്റ് ഇടൽ, കുടിവെള്ളത്തിൻ്റെ ഇത് സ്ഥാപിക്കലൊക്കെ. ആ പണി പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ, കെ കൊച്ചുമുഹമ്മദ്, അതുപോലെ ഇപ്പോൾ 18-ലെ സ്ഥാനാർത്ഥി മജീദ് മുത്തുലിയാൽ അടക്കം കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം ആളുകൾ വന്നിട്ട് ആ പ്രവർത്തനം അവിടെ തടയാണ്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരും പഞ്ചായത്ത് മെമ്പർമാരും ഇടപെട്ടിട്ട് ആ പണി പുനരാരംഭിച്ചത്. അപ്പോൾ സുജിഷ കള്ളിയത്ത് പറഞ്ഞത് ഒരു നിലയ്ക്ക് ശരിയാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ കമ്മീഷനും മറ്റും പറഞ്ഞ് ഒരു ഭരണസ്തംഭനം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് LDF വോട്ടായിട്ട് വരും തീർച്ചയായിട്ടും. എന്താണെന്ന് വെച്ചാൽ ചേർപ്പിൻ്റെ ഒരു ചിരകാല സ്വപ്നമാണ് ചേർപ്പ് മാർക്കറ്റ് നവീകരിക്കുക എന്നുള്ളത്. നാളെ അറിയായി. ഗോപി MLA ആയിരിക്കുമ്പോൾ തൊട്ട് ഫണ്ട് അനുവദിച്ച 2 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ട് ആ ഫണ്ട് ചെലവാക്കാണ്ട് അത് വക മാറ്റി കടലാസിലുണ്ട്. അതാണ് എല്ലാം കടലാസിൽ ഒതുങ്ങി പോവാ. എന്തായാലും വലിയൊരു പ്രതീക്ഷയാണ് LDF മുന്നേറ്റം ഈ പഞ്ചായത്തിനകത്ത് സുനിശ്ചിത. ആളെ കുറിച്ച് റഫീഖിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഈ നാട്ടിലെ സുബ്രജിനും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതല്ല. ഈ നാട്ടിലെ വെള്ളപ്പൊക്കം വരുമ്പോഴും മറ്റു കാര്യങ്ങൾ വരുമ്പോഴും അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 10 വർഷക്കാലമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സുജീഷയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന പഞ്ചായത്താണ്. ഈ പഞ്ചായത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ അതൊന്നും നടപ്പാക്കാതെ ഇവിടുത്തെ തനത് ഫണ്ട് പോലും ഉപയോഗിക്കാതെ ഈ പഞ്ചായത്ത് മുരടിച്ചുകൊണ്ടിരിക്കുക. സമീപ പ്രദേശത്തെ പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോഴും കമ്മ്യൂണിറ്റി ഹാളുകൾ പരിശോധിക്കുമ്പോഴും സാധാരണക്കാരൻ്റെ കുടുംബത്തിന് ഒരു ചെറിയ കാശിന് വാടകയ്ക്ക് കൊടുക്കേണ്ടതാണ് ഈ കമ്മ്യൂണിറ്റി ഹാള്. ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാൾ വർഷങ്ങളായി പൂട്ടിക്കെടുക്കുക. ആ വർഷങ്ങളായി പൂട്ടിക്കെടുക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിലെ വർഷം തോറും 10 ലക്ഷം രൂപ മാറ്റിവെച്ച് പെയിൻറ്റിങ് പരിപാടി മാത്രം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് ഈ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരുന്ന വികസനങ്ങൾ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നടക്കുന്നില്ല. കേരളത്തിലാണ് ഈ പഞ്ചായത്തുകളിൽ വലിയ മാറ്റം. 40% ഫണ്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ കേരള ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് തന്നെ നടപ്പാക്കിയിട്ടുള്ള കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനത്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നിട്ടുള്ളത്. ആ സംവിധാനം ഈ ചേർപ്പ് പഞ്ചായത്തിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത ഒരു പഞ്ചായത്തായി ഈ 10 വർഷക്കാലം മുന്നോട്ട് പോയി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം സുജീഷ കള്ളിയത്ത് എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത്, ഇപ്പോഴത്തെ പഞ്ചായത്ത് നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറഞ്ഞു, കഴിഞ്ഞ 2.5 വർഷക്കാലമായി വികസനങ്ങളിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാതെ ഞങ്ങളുടെ പാർട്ടിക്കാരുൾപ്പെടെ വികസനം മുരടിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു കോൺഗ്രസ് നിയോഗിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ജനങ്ങളോട് വിളിച്ചു പറയാം, ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ മുരടിച്ച് നിൽക്കുന്നു. ഈ ലാസ്റ്റ് ഘട്ടത്തിൽ രാജിവെച്ച് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് തന്നെ വളരെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും. എന്തായാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് എടുത്തു നോക്കിക്കഴിയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കേവലം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വോട്ടർമാർ വോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു വിജയ സാധ്യത എത്ര ശതമാനം കാണുന്നുണ്ട്? 100% തന്നെയല്ലേ? 100% തന്നെ. അതിൽ വേറെ തർക്കങ്ങളില്ല. മുൻ മെമ്പർ നമുക്ക് ഇവിടെ ഈ പരിസരത്ത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ വരുന്ന റോഡ്, പാറാപ്പറമ്പ് റോഡ് എന്ന് പറഞ്ഞത്, അത് നമ്മൾ ഇപ്പോൾ 15-ാം വാർഡിൻ്റെ ആസ്തിയിലാണ് കിടക്കുന്നത്. അത് നമുക്ക് ഈ പലവട്ടം നമ്മൾ പറഞ്ഞിട്ട് അവർ റെഡിയാക്കിയില്ല. നമ്മ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ആ റോഡ് പണിത്. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഒരു 10-50 മീറ്റർ റോഡാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ വെളങ്ങോട് ഞങ്ങളുടെ LDF മെമ്പറായിരിക്കുന്ന സമയത്ത് പണിതിട്ടുള്ള റോഡാണ്. ഒരു 10 നിലവിൽ 15-ാം വാർഡിൽ സമഗ്രമായ വികസനം ഒന്നും തന്നെ നടന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് ഇവിടെ മാത്രമല്ല, എല്ലാ ഭാഗത്തും തിരഞ്ഞു കഴിഞ്ഞാൽ കാണാം. എന്നിട്ട് ഇപ്പോൾ അവർ ഒരു പൊടിക്കൈ എന്ന നിലയിൽ ഒരു ഹൈമാസ്റ്റ് ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ച് പാവങ്ങൾക്ക് നടക്കാനുള്ള വഴി ശരിയാക്കാം. അത് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ആയിട്ട് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ചൂടുപിടിക്കുമ്പോൾ 15-ാം വാർഡിൽ LDFനെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പുതുമുഖമാണെങ്കിലും ഈ നാട്ടിൽ അറിയപ്പെടുന്ന സുപരിചിതമായ വ്യക്തിത്വം, ഒപ്പം തന്നെ നല്ലൊരു കർഷകൻ, അങ്ങനെ എല്ലാം കൊണ്ട് നോക്കുമ്പോൾ LDF ഈ കുറി രംഗത്തിറക്കിയിരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ LDFനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തിയ ശേഷം കൃത്യമായി ഓരോ മേഖലകൾ അറിയുന്ന, ആ നാടിൻ്റെ സ്പന്ദനം അറിയുന്ന
മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഈ കുറിയും രംഗത്തേക്ക് ഇറക്കിയത്. അങ്ങനെ നോക്കുമ്പോൾ 15-ാം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ LDF ഏറ്റവും മേൽക്കൈ തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങളാണ് വോട്ടർമാരെ സംബന്ധിച്ചും അതും 100% ഒരു വിജയത്തിലേക്ക് തന്നെ, പ്രത്യേകിച്ച് ചെങ്കുടി 15-ാം വാർഡിൽ വീശുക തന്നെ ചെയ്യുമെന്നാണ്. ആ കാറ്റ് അതങ്ങനെ തന്നെ സ്ട്രോങ് ആയി തന്നെ നിൽക്കുമെന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇതാ ഈ പിറകിലുള്ള അണികളും നമ്മുടെ സ്ഥാനാർത്ഥിയും. മീഡിയ 4 എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിക്കൊപ്പം കണ്ടുമുട്ടാം. ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിക്കുന്നത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ അമ്മാടം ഡിവിഷനിലാണ്. പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. ഇതുവരെയും അമ്മാടം എന്ന് പറയുന്ന സിറ്റിംഗ് സീറ്റാണ്. അതായത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ്. ഈ സുപരിചിതമായൊരു വ്യക്തിത്വമാണ്, വാക്കുകൾക്ക് അതീതമാണ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സുപരിചിതമായ ഒറ്റ വ്യക്തിത്വം സെബിചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇടതുപക്ഷം ഈ രംഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെയും ഏറ്റവും കൃത്യമായി പഠനം നടത്തിയിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയത്. പുതുമുഖങ്ങളെക്കാൾ ഉപരിയായിട്ട് പഴയ മുഖങ്ങളാണെങ്കിലും പ്രവൃത്തി പരിചയമാണ് ഏറ്റവും കൂടുതൽ കൈമുതലുള്ള ആളുകളെയാണ് രംഗത്തേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും അത് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള മാറ്റം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ LDF ആയിരുന്നു. രാധാകൃഷ്ണൻ മാഷ് അടക്കമുള്ള നേതൃത്വ നിരയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നോണം തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ആ തുടർച്ച തന്നെയായിരിക്കുമില്ലേ വീണ്ടും 2026 മുതൽ സംഭവിക്കുക? ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ അമ്മാടം ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത്. AK രാധാകൃഷ്ണൻ മാസ്റ്റർ നേതൃത്വത്തിൽ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുക. 2005 പള്ളിപ്പുറം ഡിവിഷനിൽ നിന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നേരത്തെ ഞാൻ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. 2010 ഈ അമ്മാടം ഡിവിഷനിൽ നിന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലം ഗ്രാമപഞ്ചായത്തിലായാലും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലായാലും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. അതുകൊണ്ടാണ് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലം ഗ്രാമപഞ്ചായത്തിലും അതുപോലെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലും വിജയിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാർലം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന നേട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, ആരോഗ്യ രംഗത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ്. സംസ്ഥാനത്ത് ഏറ്റവും ചർച്ചാ വിഷയമായ നിരവധി അവാർഡുകളടക്കം നമ്മൾ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ കാർഷിക സംസ്കൃതിയുള്ളൊരു നാടാണ് ഈ പാർലം ഗ്രാമപഞ്ചായത്ത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഈ അമ്മാടം പ്രദേശങ്ങളെല്ലാം തന്നെ ഇനിയുള്ള നാളുകളിൽ തന്നെ കാർഷിക മേഖലയ്ക്കും ഒപ്പം തന്നെ വ്യവസായ മേഖലയ്ക്കൊക്കെ നിരവധിയായി സംഭാവനകൾ ചെയ്യണം. ഇവിടുത്തെ കാർഷിക സംസ്കൃതിക്കൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള സങ്കല്പം? കാർഷിക മേഖലയിൽ ഇവിടെ മുഖ്യമായിട്ട് പാർലം ഗ്രാമപഞ്ചായത്ത് കോൾവയലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. നെൽകൃഷിക്കാരുടെയും നാളികേര കൃഷിക്കാരുടെയും അടക്ക കൃഷിക്കാരുടെയും ജാതി കൃഷിക്കാരുടെയും മേഖലയാണ്. ഈ കാർഷിക മേഖലയിൽ ഇടപെടുന്ന വ്യക്തികളെ സഹായിക്കുന്നതിന് നിരവധി പദ്ധതികൾ നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലം ഗ്രാമപഞ്ചായത്തും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും കേരള സർക്കാരും നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ആ കാർഷിക സംബന്ധമായിട്ടുള്ള കൃഷിക്കാരെ സഹായിക്കുന്ന പദ്ധതികൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കി മുന്നോട്ട് പോകും. ഒരു കർഷകപക്ഷ സർക്കാരാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. കർഷകപക്ഷ ഭരണമാണ് പാർലം ഗ്രാമപഞ്ചായത്തിലും ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലും ഉള്ളത്. അതുപോലെ ഇവിടുത്തെ പാർലം ഗ്രാമപഞ്ചായത്തിലെ ഈ അമ്മാടം മേഖലയിലെ വികസന പ്രവർത്തനങ്ങളിൽ അമ്മാടം ഗവൺമെൻറ് ആശുപത്രി അത്ഭുതകരമായ പുരോഗതിയാണ്. അമ്മാടം ഗവൺമെൻറ് ആശുപത്രിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഹൈടെക് ആശുപത്രിയായിട്ട് മാറിയിട്ടുണ്ട്. അമ്മാടത്തെ ഗവൺമെൻറ് സ്കൂള് എയർ കണ്ടീഷൻ ചെയ്ത് 1.5 കോടി രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞ ദിവസം മന്ത്രി രാജനാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ സ്വകാര്യ സ്കൂളുകളേക്കാൾ എയ്ഡഡ് സ്കൂളുകളേക്കാൾ അൺഎയ്ഡഡ് സ്കൂളുകളേക്കാൾ മികച്ച ഭൗതിക സാഹചര്യമുള്ള അമ്മാടം ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത് ഇന്ന് കുട്ടികളെ ആകർഷിക്കുന്ന ഒരു സ്കൂളായി മാറിയിരിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നു. അവിടെ പാർക്കുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കൾ അമ്മാടം ഗവൺമെൻറ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് അമ്മാടം ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് നടന്നിട്ടുള്ളത്. നമ്മുടെ നാടിന് മാതൃകയായിട്ടുള്ള ഒരു ഗവൺമെൻറ് സ്കൂളായി അമ്മാടം ഗവൺമെൻറ് സ്കൂൾ മാറിയിരിക്കുന്നു. കൂടാതെ പാർലം പഞ്ചായത്തിലെ അംഗനവാടി കെട്ടിടങ്ങൾ
നവീകരിച്ച അംഗൻവാടി കെട്ടിടങ്ങളിലേക്ക് ധാരാളം കുട്ടികൾ ഇന്ന് പഠിക്കാൻ വരുന്നുണ്ട്. പാർലം പഞ്ചായത്തിലെ 17-ാം വാർഡ് ശാസ്താംകടവിലെ അംഗൻവാടി കെട്ടിടം പരിപൂർണമായി ശീതീകരിച്ചു, AC ചെയ്തു. AC ചെയ്തിട്ടുള്ള അംഗൻവാടി കെട്ടിടമാണ് ശാസ്താംകടവിൽ ഉള്ള അംഗൻവാടി കെട്ടിടം. വെള്ളം, വെളിച്ചം, വഴി ഈ കാര്യങ്ങളിൽ പാർലം ഗ്രാമപഞ്ചായത്ത് മറ്റ് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാതൃകയാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാത്ത, ഔണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇല്ലാത്ത സൗകര്യങ്ങൾ പാർലം ഗ്രാമപഞ്ചായത്തിലുണ്ട്. കാരണം പാർലം ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ റോഡിൻ്റെ കാര്യത്തിൽ ഇവിടെ മണ്ണ് റോഡ് പാർലം ഗ്രാമപഞ്ചായത്തിൽ കാണാൻ വേണ്ടി കഴിയില്ല. വഴിവിളക്കുകളില്ലാത്ത ഒരു തെരുവ് പാർലം പഞ്ചായത്തിൽ കാണാൻ വേണ്ടി കഴിയില്ല. കുടിവെള്ളത്തിൻ്റെ പ്രശ്നമില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് പാർലം ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നു. കുടിവെള്ളം ടാങ്കറിൽ വിതരണം ചെയ്യുന്ന ഒരു കാലം പാർലം ഗ്രാമപഞ്ചായത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് ഭരണസമിതിയുടെയും സർക്കാരിൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായി കുടിവെള്ളക്ഷാമം ഇല്ലാത്ത ഒരു പഞ്ചായത്തായി പാർലം ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നു. ഡസൺ കണക്കിന് ലിഫ്റ്റ് ഇറിഗേഷൻ പാർലം ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ലിഫ്റ്റ് ഇറിഗേഷൻ കൃഷിക്ക് സഹായകമാണ്. അതുപോലെ നമ്മുടെ കിണറുകളിൽ ജലവിധാനം ഉയർന്നു നിൽക്കുന്നതിന് സഹായകരമാണ്. നല്ല പച്ചപ്പട്ട് വിരിച്ച മനോഹരമായൊരു ഗ്രാമമായി പാർലത്തെ അമ്മാടം, പള്ളിപ്പുറം, കോടന്നൂർ, വെങ്ങിണിശ്ശേരി, ചേനം, മുള്ളക്കര, പാർപ്പകടവ് ഒക്കെ തന്നെ പച്ചപ്പെട്ട് വിരിച്ച മനോഹരമായ പ്രദേശമായി മാറിയിരിക്കുന്നു. ഇങ്ങനെ പച്ചപ്പെട്ട് വിരിച്ച മനോഹരമായ ഭൂമികയാക്കി പാർലം ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലം പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് എന്ന കാര്യത്തിൽ സംശയമാണ്. ഒറ്റ കാര്യം ഒരു ചോദ്യം ചോദിച്ച് തൽക്കാലം നിർത്താം. അതായത് അമ്മാടം നമുക്കറിയാം, അമ്മാടത്തിൻ്റെ ഈ ഒരു ഏരിയകളിലെല്ലാം ക്രൈസ്തവ വോട്ടുകൾ വളരെ പ്രാധാന്യമുണ്ട്. ഈ ക്രൈസ്തവ വോട്ടുകൾ യഥാർത്ഥത്തിൽ LDFന് അനുകൂലമായൊരു തരംഗമായി വരുന്നില്ലേ? ഒരു സംശയവും വേണ്ട. പാർലം പഞ്ചായത്തിൽ കോടന്നൂർ, അമ്മാടം മേഖലയിൽ ധാരാളം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്. അവരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. പൊതുവേ നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നത് കേരളത്തിലാണ് എന്നുള്ളത് കൊണ്ട് ക്രൈസ്തവ വിഭാഗവും അതുപോലെ മുസ്ലിം വിഭാഗവും പട്ടികജാതി പട്ടികവർഗ വിഭാഗവും പിന്നോക്ക ഹിന്ദു ജനവിഭാഗങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെയും പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെയും പിന്നോക്ക ജനവിഭാഗങ്ങളെയും ദുർബല ജനവിഭാഗങ്ങളെയും അവരെ വധിക്കുക, പീഡിപ്പിക്കുക എന്ന പരിപാടി കേരളത്തിലില്ല. അതുകൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് അമ്മാടം മേഖലയിൽ, കോടന്നൂർ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് വലിയ ആവേശകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും വലിയൊരു ആവേശത്തിൽ തന്നെ, അതായത് വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ അമ്മാടൻ ഡിവിഷനുള്ളത്. എല്ലാവിധ ഭാവങ്ങളും മീഡിയ 4 നേരുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയോടൊപ്പം വീണ്ടും കണ്ടുമുട്ടാം. KSFE ചേർപ്പ് ബ്രാഞ്ചിൽ ഇടപാടുകാരുമായുള്ള സമ്മേളനം സംഘടിപ്പിച്ചു. മുതിർന്ന ഇടപാടുകാരെ സമ്മേളനത്തിൽ ആദരിച്ചു. ചേർപ്പ് ബ്രാഞ്ചിലെ ഇടപാടുകാരനും കലാകാരനുമായ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSFE തൃശൂർ റീജിയണൽ മാനേജർ P. അനിൽകുമാർ അധ്യക്ഷനായി. സമ്മേളനത്തിൽ മുതിർന്ന ഇടപാടുകാരായ രാധാകൃഷ്ണൻ, ഓമന പ്രഭാകരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. KSFE ചേർപ്പ് ബ്രാഞ്ച് മാനേജർ ഷെർലി, അസിസ്റ്റന്റ് മാനേജർ ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഇടപാടുകാർ തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ചു. അമണിശ്ശേരി നാങ്കുളം കരിപ്പൂക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. നിരവധി ഭക്തരാണ് ഇരട്ടക്കുടം, പൊങ്കാലയടക്കമുള്ള ചടങ്ങിൽ പങ്കെടുത്തത്. വ്യാഴാഴ്ച രാവിലെ നടതുറപ്പ്, ഗണപതി ഹോമം, ഉഷപൂജ, നവകപൂജ എന്നിവ നടന്നു. നവകാഭിഷേകത്തിന് ശേഷം രാവിലെ 9-ന് ഇരട്ടക്കുടം വഴിപാട് എഴുന്നള്ളിപ്പ് സമർപ്പണം നടന്നു. അവിണിശ്ശേരി അച്യുതൻ പുതുക്കാട്ടിലാണ് വഴിപാട് സമർപ്പിച്ചത്. തുടർന്ന് സർവൈശ്വര്യ പൂജയ്ക്ക് ശേഷം ഇരട്ടക്കുടം പൊങ്കാല സമർപ്പണവും തൃക്കാർത്തിക ഊട്ട് വിതരണവും നടന്നു. വൈകിട്ട് 4-ന് നടത്തുറപ്പിന് ശേഷം ലക്ഷദീപം, തൃക്കാർത്തിക വിളക്ക് സമർപ്പണവും ഉണ്ടായി. വൈകിട്ട് 7-ന് സമൂഹ ലളിത സഹസ്രനാമ ജപം, അത്താഴപൂജ എന്നിവയോടെ തൃക്കാർത്തിക മഹോത്സവം സമാപിച്ചു. മഹാചണ്ഡാള ഗുരുവിന്റെ സ്മരണയിൽ 41ാമത് ശ്രീ ചണ്ഡാള ജയന്തി മഹോത്സവം ആഘോഷിച്ചു. തൃശൂർ അഞ്ചേരി ശ്രീ പടുവൻ മഠം തന്ത്ര വിദ്യാപീഠത്തിലായിരുന്നു ആഘോഷം.
ശ്രീ ശങ്കരാചാര്യർക്ക് തത്വോപദേശം നൽകി പൂർണ്ണജ്ഞാനത്തിലേക്ക് ഉയർത്തിയതാണ് മഹാചണ്ഡാള ഗുരു. തനത് ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് മഹോത്സവം നടത്തിയത്. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം കൊടിയേറ്റും പുസ്തക പ്രകാശനവും മലവാര കർമ്മവും നടന്നു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഒല്ലൂർ ചീരാച്ചി കമ്മ്യൂണിറ്റി ഹാളിൽ സമഭാവന സദസ്സ് നടന്നു. നാഗസൈരേന്ദ്രദേവി, രാധാകൃഷ്ണൻ IPS, രോഹിത് S. രോഹിൽ എന്നിവർ മുഖ്യാതിഥികളായി. തുടർന്ന് ആത്മകലാപീഠം അധ്യാപകൻ കണ്ണന്റെ നേതൃത്വത്തിൽ നൃത്യങ്ങൾ അരങ്ങേറി. അമ്മാടം മുള്ളക്കര സ്വദേശി തെക്കേക്കര താഴേക്കാടൻ വീട്ടിൽ പൈലി മകൻ പൈലി നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച അമ്മാടം സെന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഗ്രേസി പൈലിയാണ് ഭാര്യ. ഹെറ്റി, ഹെൻസൺ, ഹൈന എന്നിവർ മക്കളും ജോർജ്, ഫ്രാൻസി, ലെയിൻചൻ എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,885 രൂപ, പവന് 95,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഭക്തി നിർഭരം. നിരവധി ഭക്തരാണ് തൃക്കാർത്തിക മഹോത്സവത്തിൽ പങ്കെടുത്തത്. ചേർപ്പ് PRC സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനം ആഘോഷിച്ചു. ചേർപ്പ് കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവണിശ്ശേരി ചെറുവത്തൂരിൽ വീട്ടമ്മ കാൽ വഴുതി കിണറ്റിൽ വീണു. 60കാരിക്ക് തുണയായത് ബന്ധുവിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഇടപെടൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.